ആരാ ടിപ്പു സുൽത്താൻ? നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് പോലും, ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് പോലും ഹൈന്ദവ സഹോദരങ്ങൾ തീർത്ഥാടനത്തിനായി വരുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് പോലും ആളുകൾ ബസ് പിടിച്ച് അവിടെ പോകാറുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊല്ലൂർ മൂകാംബികയിൽ ദർശനത്തിന് വേണ്ടി വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. സലാം മംഗളാരതി എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര്. സലാം മംഗളാരതി. സലാം എന്നൊക്കെ കേൾക്കുമ്പോ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയെന്ന് വിചാരിക്കല്ലേ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സലാം മംഗളാരതി എന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാ? ടിപ്പു സുൽത്താന് വേണ്ടിയിട്ട് പ്രാർത്ഥന എല്ലാ ദിവസവും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തില്. അവിടെ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ശങ്കരനാരായണീ ക്ഷേത്രം എന്നൊന്നും മറ്റോ പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവം നടക്കാറുണ്ട് 12 ദിവസം. ഈ 12 ദിവസവും ആ ക്ഷേത്രത്തിലെ പൂജാരി ഒരു തൊപ്പി ധരിച്ചിട്ടാണ് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. ആരുടെ തൊപ്പി? ടിപ്പു സുൽത്താൻ അവിടുത്തെ പൂജാരിക്ക് സമ്മാനമായി കൊടുത്ത തൊപ്പി. 12 ദിവസം ഇത് തലേ വെച്ചിട്ടാ പൂജ നടക്കുന്നത്. ആ ക്ഷേത്രത്തിൽ 600 കിലോ തൂക്കമുള്ളതായ ഒരു ഓട്ടുമണിയുണ്ട്. 600 കിലോ ഉള്ളത്. അത് ടിപ്പു സുൽത്താൻ കൊടുത്തതാ. നമുക്കറിയോ ചരിത്രം? ഈ ടിപ്പുവിനെയാണ് ക്ഷേത്രം തകർത്ത ആള്, കൊലപാതകങ്ങൾ നടത്തിയ ആള്, കലാപങ്ങൾ നടത്തിയ ആള്. കേരളത്തിൽ 58 ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ സാമ്പത്തിക സഹായം കൊടുത്തതിന്റെ തെളിവുകളുണ്ട്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് പോലും 500 ഏക്കർ ഭൂമി ടിപ്പു സുൽത്താൻ കൊടുത്തിട്ടുണ്ട്. കസബയിലെ വേട്ടയ്ക്കൊര മകൻകാവ് ക്ഷേത്രത്തിന് 180 ഏക്കർ ഭൂമി. ഇതിന്റെ കൃത്യമായ തെളിവുകൾ ഇന്നും കോഴിക്കോട് വ്യക്തമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ടിപ്പു സുൽത്താനെതിരെ ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ മേലാളന്മാരുടെ ജാതീയതയെ നിലനിൽക്കുന്നതിന്റെ പേരിൽ മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത കീഴാള ജനവിഭാഗത്തിന് അമ്മപെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുത്ത ടിപ്പു സുൽത്താന. തൃശ്ശൂരിനടുത്ത് ചേലക്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ടിപ്പു ചേല വിതരണം ചെയ്തത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ചേലക്കര എന്ന പേര് വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ടിപ്പു സുൽത്താൻ, മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനടുത്തൊരു വലിയ പള്ളി പണിയുകയാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗൗരവപൂർവ്വം കേൾക്കേണ്ടുന്ന വിഷയമാണ്. ടിപ്പു സുൽത്താൻ ഒരു വലിയ പള്ളി പണിയുകയാ. എന്നിട്ട് സുൽത്താനും പണി കഴിപ്പിച്ച പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന്റെ ദിവസം വരികയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെല്ലാം ആ പള്ളിയുടെ അങ്കണത്തിലേക്ക് ഒഴുകിയെത്തുകയാ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അടക്കമുള്ള സകല ആളുകളും ഒഴുകിയെത്തുകയാ. കാരണം ടിപ്പു സുൽത്താൻ എവിടെ തന്റെ കോട്ട പണിഞ്ഞാലും ആ കോട്ടയുടെ മുന്നിൽ തന്നെ ഹൈന്ദവർക്ക് വേണ്ടി ക്ഷേത്രം പണിഞ്ഞു കൊടുക്കുമെങ്കിലും ഇന്നും വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്ത് എന്ന മഹത്തായ സ്ഥാപനത്തിനടുത്ത് ബഹുമാന്യനായ ടിപ്പു പണി കഴിപ്പിച്ച വലിയ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുന്നിൽ ഹൈന്ദവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രമുണ്ട്, ക്രൈസ്തവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ചർച്ചുണ്ട്, മുസ്ലിമുകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതായ പള്ളിയുമുണ്ട്. എന്നാലെന്നറിയുമോ, ഇന്ന് മുസ്ലിം പള്ളി പൂട്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അധികാരികളുടെ വർഗീയ നിലപാട് മൂലം മുസ്ലിം പള്ളി പൂട്ടപ്പെട്ടു പോയിരിക്കുകയാ. പക്ഷേ ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചു കൊടുത്തതായ ക്ഷേത്രത്തിൽ ഇന്നും പൂജാകർമ്മങ്ങൾ നടത്തപ്പെടുകയാ. ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചു കൊടുത്ത ചർച്ചിൽ ഇന്നും അവിടെ കുർബാനയടക്കമുള്ള കർമ്മങ്ങൾ നടത്തപ്പെടുകയാ. ഇത്രത്തോളം മതേതരനായ ചക്രവർത്തിയായിരുന്നില്ല ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താൻ ഒരു വലിയ പള്ളി പണിയുകയാ. മസ്ജിദുൽ ഫതഹ് എന്നോ മറ്റോ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പള്ളിയാ. ഏത് പേരായിരുന്നാലും ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നടക്കുന്ന ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാ. സുൽത്താൻ പണി കഴിപ്പിച്ച പള്ളിയുടെ ഉദ്ഘാടന കർമ്മം കാണാൻ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാ. ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, ഒരുപാട്
മശായിഖന്മാരുണ്ട്, ഒരുപാട് സൂഫിയാക്കളുണ്ട്. എല്ലാവരും ഇങ്ങനെ പള്ളിയുടെ മുന്നിലേക്ക് വന്ന് പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആരായ ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന പാരാവാരം പോലെയുള്ള ആളുകളോട് വിളിച്ചു പറയുകയാ, ഞാൻ നേരിട്ട് പണി കഴിപ്പിച്ച എന്റെ ഈ പള്ളിയുടെ ഉദ്ഘാടനം ഒരു സാധാരണക്കാരനായ മനുഷ്യനെ കൊണ്ട് ഞാൻ നടത്തിക്കില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, എന്റെ മുന്നിൽ മഹത്തുക്കളായ സൂഫിയാക്കളുണ്ട്, മശായിഖന്മാരുണ്ട്, ഫുഖഹാക്കളുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഞാൻ ആവശ്യപ്പെടുകയാ, പ്രായപൂർത്തിയായിട്ട് ഇന്നേ വരേക്കും ഒരു ജമാഅത്ത് നിസ്കാരവും മുടക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാള് മുന്നിലേക്ക് കടന്നു വരിക, എന്റെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അതേ പ്രായപൂർത്തിയായിട്ട് നാളുന്നവരെയും ഒരു ജമാഅത്ത് നിസ്കാരവും മുടക്കാത്തവരുണ്ടോ? ടിപ്പുവിന്റെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുകയാ, പടച്ചവര് എപ്പോഴെങ്കിലുമൊക്കെ ഒരു നിസ്കാരം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, കളാ ആക്കിയിട്ടില്ല, പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഒരാൾക്കും മുന്നോട്ട് വരാൻ ധൈര്യമില്ല. എല്ലാവരും നിശബ്ദരായി തോൽവി സമ്മതിച്ചുകൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ പരമാധികാരം കയ്യിലാണെന്ന ഭരണാധികാരിയായ ബഹുമാനനായ ടിപ്പു സുൽത്താൻ വിളിച്ചു പറയുകയാ, എങ്കിൽ ഞാൻ തന്നെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രായപൂർത്തിയായിട്ട് നാളുന്നവരെയും ഒരു നിസ്കാരത്തിന്റെയും ജമാഅത്ത് ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ മുടക്കാൻ എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, കഴിയുമോ ടിപ്പുവിനെ പോലെ നിങ്ങളുടെ മക്കളെ വളർത്താൻ? ടിപ്പുവിന്റെ ഉമ്മ ഭരണാധികാരം കൈയാളുന്ന പൊന്നുമോൻ 15ാമത്തെ വയസ്സിൽ വെള്ളക്കാരുടെ മുന്നിൽ വാളമെടുത്തുകൊണ്ട് പടപ്പുറപ്പാട് നടത്തിയ പൊന്നുമോൻ, മസ്താൻ ടിപ്പു സുൽത്താനോടുള്ള താല്പര്യപ്രകാരം ടിപ്പു എന്ന പേര് വിളിക്കപ്പെട്ട പൊന്നുമോൻ, ആ പൊന്നുമോനെ ആ പൊന്നുമോന്റെ ഉമ്മ വളർത്തിയതെങ്ങനെയാ? ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് പോലും മുടക്കാതെയല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്താ? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാഹ വആതവുസ് സകാഹ വഅമറൂ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഏതൊരു ടിപ്പുവിന്റെ അന്ത്യമാണോ ലോകത്തിന് മുഴുവനും മാതൃകയായത്? പിന്നാലെ നിന്നുകൊണ്ട് തന്റെ തലയ്ക്ക് പിന്നാലെ വെടിവെച്ചവനെ പോലും വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു രാജാവിനും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിൽ ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടവെട്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരേ ഒരു ഭരണാധികാരി ടിപ്പു സുൽത്താൻ മാത്രമാണെങ്കിൽ ആ ടിപ്പുവിന്റെ ഗുണഗണങ്ങളൊന്നറിയത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചില മഹത്തുക്കളിൽ അല്ലദീന ഇമ്മക്കന്നാകും ഫിൽ അർളി അഖാമുസ്സലാഹ. എത്ര അധികാരം പടച്ച തമ്പുരാൻ കൊടുത്താലും നിസ്കാരത്തെ കൃത്യമായി നിലനിർത്തുന്നവരെന്ന് ഖുർആൻ പറഞ്ഞ ആ മഹത്തായ സിഫത്തിലേക്ക് കടന്നുപോയ ടിപ്പു സുൽത്താൻ, ആ ടിപ്പുവിനെ വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ, ടിപ്പുവിന് കൊടുത്ത തർബിയത്തും സ്വലാഹിയത്തും അതാണെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന മങ്ങാരത്തെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കഴിയുമോ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് വളർത്താൻ?